നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്ററായ റെയിൻ ബസേരേമ എന്ന പാഠത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് സൈഡ് ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോവാം. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഒത്തിരി ലേറ്റായെന്നറിയാം. ടീച്ചറിന് സുഖമില്ലാത്തതിനാലാണ്. ചുമ, തൊണ്ടവേദന, ശ്വാസം മുട്ടെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है हाउस ऑफ कॉमन्स. इससे आपने क्या समझा? പകലിൻ്റെ ആകാശം ഹൗസ് ഓഫ് ലോർഡ്, രാത്രിയുടെ ആകാശം ഹൗസ് ഓഫ് കോമൺസ് ഇതുപോലെയാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആൻസറിലേക്ക് പോകാം. ഹൗസ് ഓഫ് ലോർഡ് ബ്രിട്ടൻ കി സൻസദ് കാ ഊപ്പരി സദൻ ഹെ. ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ്, ബ്രിട്ടൻ കി സൻസദ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഊപ്പരി സദൻ ഹെ, അപ്പർ ഹൗസാണ്. ജഹാ വിശിഷ്ട ലോക് ഹി പ്രവേശ് കർ സക്തേ ഹെ. അവിടെ VIP വിശിഷ്ട ലോക് അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. വൈസേ ഹി ദിൻ കെ ആകാശ് മേ സൂരജ് അകേല ചൽത്താ ഹെ. അതുപോലെ തന്നെ പകലിൻ്റെ ആകാശത്തിൽ സൂര്യൻ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്. ജയ്സെ വിശിഷ്ട ഹോ, ഒരു VIP പോലെ അല്ലെങ്കിൽ ഒരു പ്രഭുവിനെ പോലെ. ഇവിടെ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ, ഇവിടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിനെയും നമ്മുടെ പകലിൻ്റെ ആകാശത്തെയും ഉപമിച്ചിരിക്കുന്നു. അവിടെ പ്രഭുവിന് മാത്രമേ പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ പകലിൻ്റെ ആകാശത്തിൽ ആര് മാത്രമേ ഉള്ളൂ? സൂര്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രഭുവിനെയും സൂര്യനെയും തമ്മിൽ ഉപമിച്ചിരിക്കുന്നു. ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത നോക്കാം. ഹൗസ് ഓഫ് കോമൺസ് ബ്രിട്ടൻ കി സൻസദ് കാ നിച്ല സദൻ ഹെ. അപ്പോൾ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അപ്പർ ഹൗസിൻ്റെ താഴെയുള്ള സഭയാണ് നിച്ല സദൻ അല്ലെങ്കിൽ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. വഹ് ആം ലോഗോं के लिए है, അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. രാത് കാ ആകാശ് വി ഹൗസ് ഓഫ് കോമൺസ് കി തരഹ ഹെ. രാത്രിയിലെ ആകാശവും അതുപോലെ തന്നെയാണ്. രാത് മേ ബഹുത്ത് താരെ ദിഖായി ദേത്തെ ഹെ ജൈസെ ആം ജനത. രാത്രിയിൽ ആകാശത്ത് ധാരാളം കാണപ്പെടുന്ന നക്ഷത്രങ്ങളെ പോലെ നമ്മുടെ സാധാരണ ജനത്തെയും നക്ഷത്രങ്ങളെയും ഉപമിച്ചിരിക്കുന്നു. കൂട്ടുകാർക്ക് ഇത് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വേഗത്തിൽ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇസ് പാനി സെ കിസാനോं को ഭാരി നുക്സാൻ ഹോ രഹാ ഹെ ക്യോം. ഈ മഴ കൊണ്ട് കർഷകർക്ക് വളരെ 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 വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണത്? നമുക്ക് നോക്കാം. सभी खेतों में सोयाबीन कट रहा था या कटे हुए सोयाबीन के ढेर लगे हुए थे. സഭി ഖേത്തോമേ എല്ലാ പാടങ്ങളിലും സോയാബീൻ വിളവെടുക്കുകയായിരുന്നു. അല്ലെങ്കിലോ യാ കട്ടെ ഹുയെ സോയാബീൻ ക ഠേർ ലഗേ ഹുയേദേ, അല്ലെങ്കിൽ ആ പാടത്തിലൊക്കെ കൊയ്തെടുത്ത സോയാബീൻ്റെ ഠേർ എന്താണ് കൂട്ടുകാരെ? കൂമ്പാരം. പാടങ്ങളിൽ വിളവെടുത്ത സോയാബീൻ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വർഷാക്കെ കാരൻ ഈ ഫസൽ, ഈ മഴ കാരണം ഈ വിളവെല്ലാം എന്ത് ചെയ്യും? സബ്, ഇവിടെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട് കൂട്ടുകാരെ. സബ് എന്താണ്? നഷ്ട ഹോ ജാനേക്ക് സംഭാവന ഹെ. സബ് सब नष्ट हो जाने की संभावना है. സബ് നഷ്ട ഹോ ജാനെ. അപ്പം ഈ മഴ കാരണം വിളവെല്ലാം എന്ത് ചെയ്യും? നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ വന്ന് ഒരു വാക്ക് കൂടി എഴുതി ചേർക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ऐसा लगता था मानो यह रात कभी ख़त्म ही नहीं होगी. लेखक को क्यों ऐसा लगता है? ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ലെന്ന് എഴുത്തുകാരന് തോന്നാൻ കാരണം എന്താണ്? ആൻസറിലേക്ക് പോകാം. रात को लेखक के पैरों के पास एक पागल आदमी आकर सोया पड़ा था. ഈ കഥ ഓർമ്മയുണ്ടല്ലോ കൂട്ടുകാർക്ക്? രാത്രിയിൽ എന്താ സംഭവിച്ചത്? ലേഖക് പൈരോങ്കെ പാസ്, ലേഖകൻ്റെ കാലിൻ്റെ അടുത്ത് ഏക്ക് പാഗൽ ആദ്മി, ഒരു ഭ്രാന്തനായ ആൾ വന്ന് കാൽക്കൽ വന്ന് കിടന്ന് ഉറങ്ങി അല്ലേ. വഹ അപ്പനെ ആപ്കോ CID कहकर बेसिर पैर के प्रश्न पूछने लगा. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഭ്രാന്തനായ ആൾ അപ്പനെ ആപ്കോ, സ്വയം CID ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തലയും വാലുമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവർ ചാബൂക്ക് സെ മാർനേക്ക് ധംകി ദേതാ രഹ. എന്നിട്ടോ ചാട്ടവാറ് കൊണ്ട്, ചാബൂക്ക് നമ്മൾ ക്ലാസ്സിൽ അർത്ഥം പറഞ്ഞു പോയതാണ്. ചാബൂക്ക് ചാട്ടവാർ കൊണ്ട് അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആസ് പടോസ് കെ ഘർ സെ കോയി സഹായത കെ ലിയെ ഭി നഹി ആയ. അയൽപക്കത്തെ വീടുകളിൽ നിന്നും ആരും സഹായത്തിനെത്തിയതുമില്ല. ഇസ് അവസർ പർ ലേഖക് കോ ഏസാ ലഗാ കി യഹ് രാത് കഭി ഖതം നഹി ഹോഗി. ഈ അവസരത്തിലാണ് നമ്മുടെ ലേഖകന് എന്ത് തോന്നിയത്? ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ല എന്ന് തോന്നിയത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. किताबें उसने खोल कर देखी, फिर जुम की त्यों वापस रख दी. यहाँ अपरिचित व्यक्ति का कौन सा मनोभाव प्रकट होता है? ഈ പുസ്തകം തുറന്നു നോക്കിയിട്ട് പഴയപടി അത് തിരികെ വെച്ചു. ഈ പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ, അതായത് ഭ്രാന്തനായ ആളുടെ എന്ത് മനോഭാവമാണ് നിങ്ങൾക്ക് വ്യക്തമാകുന്നത്? നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. यहाँ अपरिचित व्यक्ति का पुस्तकों की प्रति आदर का मनोभाव व्यक्त होता है. ഇവിടെ അപരിചിതനായ ആ വ്യക്തിക്ക് പുസ്തകങ്ങളോടുള്ള ബഹുമാനമാണ് പ്രകടമാകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗുത്തി സുലച്ചനെ ലഗി സെ ആപ്നെ ക്യാ സംജ. നിഗൂഢത പരിഹരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം എന്ത് ചെയ്തു? അത് പരിഹരിക്കപ്പെട്ടു. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആൻസറിലേക്ക് പോകാം. ഗുത്തി സുലച്ചനെ കാ മത്ലബ് ഹെ ജോ ബാത്ത് സമജ് മേ നഹി ആ രഹി തി അബ് ധീരെ ധീരെ സ്പഷ്ട ഹോന. ഈ ഗുത്തി സുലച്ചന എന്ന് പറഞ്ഞാൽ ഒരു നിഗൂഢമായ പ്രശ്നം പരിഹരിക്കുന്നതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? ഗുത്തി സുലച്ചന. ഗുത്തി സുലച്ചന എന്ന് പറഞ്ഞാൽ ജോ ബാത്ത് സമജ് മേ നഹി ആ, നമുക്ക് എന്താണോ ഒരു പ്രശ്നം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അത് അബ് ധീരെ ധീരെ, ഇപ്പോൾ പതിയെ പതിയെ സ്പഷ്ടമാകാൻ തുടങ്ങി എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. യഹാം പാഗലാത്മി, ഇനി അതും കഥയുമായിട്ടുള്ളൊരു കണക്ഷൻ നോക്കാം. യഹാം പാഗലാത്മി ബഹുത്ത് ഗുസ്സെ മേന്തെ. ഇവിടെ ആദ്യമേ ഭ്രാന്തനായ വ്യക്തി വളരെ ദേഷ്യത്തിലായിരുന്നു. ലേക്കിൻ വഹ് കിതാബോങ്കോ ദേക്കർ കുച്ച് സോച്ചനെ ലഗ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ പുസ്തകങ്ങൾ കാണുമ്പോൾ ശാന്തനായിട്ട് എന്തോ ആലോചിക്കുന്നതായിട്ട് തോന്നി അല്ലേ. ലേഖക് കോ ധീരെ ധീരെ സമജ് മേ ആ ഗയാ കി ഉസെ വിക്ഷിപ്ത അവസ്ഥ മേ ഭി വഹ് ഗുരു അവർ കിതാബോങ്കോ ആദർ കർന ചാഹത്തെ ഹെ. ലേഖകന് ഇപ്പോൾ അത് കണ്ടപ്പോൾ ലേഖകന് മനസ്സിലാകുന്നുണ്ട് എന്താണ് ആ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ, വിക്ഷിപ്ത അവസ്ഥ, ആ ഒരവസ്ഥയിലും അയാൾ ഗുരുവിനെയും കിതാബ് എന്ന പുസ്തകത്തിനെയും ആദരിക്കാൻ അല്ലെങ്കിൽ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അവസ്ഥയിലാണെങ്കിൽ കൂടിയും ആ ഭ്രാന്തനായ വ്യക്തിക്ക്
പുസ്തകങ്ങളോടും ഗുരുവിനോടും ആദരവുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഗുദ്ദി സുലചന, ആ പ്രശ്നം മനസ്സിലാക്കി എടുത്തത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലേഖക് भाई और आतंकी की उस रात को मिला सम्मान अपूर्व मानते हैं क्यों? ഭയത്തിൻ്റെയും ഭീതിയുടെയും ആ രാത്രിയിൽ ലേഖകന് ഭയത്തിൻ്റെയും ഭീതിയുടെയും രാത്രിയിൽ ലേഖകന് ലഭിച്ച ആ ഒരു ആദരവ് അപൂർവമായി തോന്നി. എന്തുകൊണ്ടാണ്? നമുക്ക് ആൻസറിലേക്ക് പോകാം. जब पागल आदमी को पता चला कि लेखक एक शिक्षक है, अब उनका व्यवहार एकाएक बदल गया. എഴുത്തുകാരൻ ഒരു അധ്യാപകനാണെന്ന് മനസ്സിലായപ്പോൾ, ജബ് പാഗൽ ആദ്മിക്കോ പത്താ ചലാക്കി, നമ്മുടെ ഭ്രാന്തനായ മനുഷ്യന് മനസ്സിലായി എന്താണ്, ലേഖക് ഒരു അധ്യാപകനാണ്, അധ്യാപകനാണെന്ന് മനസ്സിലായപ്പോൾ ഉൻകാ വ്യവഹാർ, അയാളുടെ പെരുമാറ്റം ഏകായേക ബദൽ ഗയ, പെട്ടെന്ന് തന്നെ മാറി. ഉസ്കി വിക്ഷിപ്ത അവസ്ഥാമേം ഭി വഹ് ശിക്ഷകവർ പുസ്തക ആദർ കർനാ ചാഹത്തെ ഹെ. ഈ അവസ്ഥയിലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, പുസ്തകത്തിനെയും ഗുരുവിനെയും ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസിലിയെ ഉസ്നെ ലേഖകെ പൈർദമാന ശുരുക്കി, അതുകൊണ്ട് തന്നെ ആ ഭ്രാന്തനായ വ്യക്തി ലേഖകൻ്റെ കാലുകൾ തിരുമ്മി കൊടുക്കുന്നു. അവിടെ ഒരു സെൻറ്റൻസ് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. പിന്നെ കാല് തടവി കൊടുക്കുകയല്ലാതെ അദ്ദേഹം ഭ്രാന്തനായ ആത്മീയ എന്താ ചെയ്യുന്നുണ്ട്, നമ്മുടെ ലേഖകൻ്റെ കയ്യിലൊരു സിക്ക 20 പൈസയുടെ നാണയം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടി ആഡ് ചെയ്യാൻ കഴിയും, അതും കൂടി എഴുതി ചേർക്കാൻ കഴിയും. ഉസ്നെ ലേഖകെ ഹാത്ത് പർ 20 പൈസയ്ക്ക് ഏക്ക് സിക്ക രഖ് ദിയ. അങ്ങനെ വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. ബാക്കി നോക്കാം. ഇസ്കെ പേലെ ഫിർ ലേഖകോ, ഇതിനു മുന്നേ ലേഖകന് കൈ സമ്മാൻ മിലേ ഹെ, ഒരുപാട് ആദരവ് ലഭിച്ചിട്ടുണ്ട്. ലേക്കിൻ ഇസ് പാഗൽ ആദ്മി ദ്വാര, എന്നാൽ ഈ ഭ്രാന്തനായ വ്യക്തി മുഖേന ജോ സമ്മാൻ മില, കിട്ടിയ ഒരു ആദരവ്, വഹ് ഉസെ അപൂർവ മാനത്തെ ഹെ, ആ ഒരു ആദരവിനെ നമ്മുടെ ലേഖകൻ വളരെ അപൂർവമായി അല്ലെങ്കിൽ വളരെ അത്ഭുതമായി തന്നെ കണക്കാക്കുന്നു. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആക്ടിവിറ്റീസ് തുടങ്ങുകയാണ്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സഹി പ്രസ്താവ് ചുൻകർ ലേഖെ. നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. അമൃത്ലാൽ വേഗഡിനെ നർമ്മദാക്കെ കിനാരെ പദയാത്രയ്ക്ക്. ഇവിടെ സഹി പ്രസ്താവാണ്, നമുക്ക് ശരിയായ സെൻറ്റൻസ് തിരഞ്ഞെടുത്തെഴുതുക. അമൃത്ലാൽ വേഗഡ് നമ്മുടെ റൈറ്ററിൻ്റെ പേരാണ്. നർമ്മദാക്കെ കിനാരെ പദയാത്രയ്ക്ക്, അത് ശരിയായ ഒരു സെൻറ്റൻസാണ് അല്ലേ. നമ്മുടെ ഈ കഥ തന്നെ നർമ്മദാക്കെ കിനാരെ, തീരെ തീരെ നർമ്മദ എന്നുള്ള ഒരു വലിയ ബുക്കിൻ്റെ ഭാഗമാണല്ലേ. അപ്പോൾ ഇത് ശരിയായ ഒരു സെൻറ്റൻസാണ്. അമൃത്ലാൽ വേഗഡ് നർമ്മദാക്ക് കിനാരെ പദയാത്ര നടത്തി, അത് ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാരിഷ് ഹോനെ സെ യാത്രിയോं को പതോഡ ഗാവ് മേ ഹി രുക്ന പട. മഴ പെയ്തത് കൊണ്ട് അവർ ഏത് ഗ്രാമത്തിലാണ് നിന്നത്? പതോഡ എന്ന ഗ്രാമത്തിലാണ് നിന്നതല്ലേ, അതും ശരിയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് സെൻറ്റൻസും എന്താണ് ഇവിടെ ശരിയാണ്. ലേഖക അവർ സഹായക് മന്ത്രിക്ക് ഛത്ത് പർ സോയെ. ലേഖകം സഹായകനായ ചോട്ടും കൂടെ അമ്പലത്തിൻ്റെ ഛത്ത് മുകളിലാണ് കിടന്നത്. അത് ശരിയാണോ? അത് തെറ്റാണല്ലേ. അമ്പലത്തിൻ്റെ മുകളിലല്ല അവർ കിടന്നത്. ചോട്ടുവിനെ ഗാവ് വാലോം കേലിയെ ഖാന പക്കായ. ചോട്ടു ഗ്രാമത്തിലുള്ളവർക്കും കൂടി ഫുഡ് ഉണ്ടാക്കി കൊടുത്തോ? ഇല്ല അല്ലേ. അപ്പോൾ അതും
തെറ്റാണ്. ഇനി അടുത്തത് നീന്ത് ഖുൽത്തെ ഹി ലേഖകനെ ഏക്ക് സ്ത്രീ കോ അപ്നെ പാസ് ബൈഠേ ദേഖ. ഉറക്കമുണർന്നപ്പോൾ ലേഖകൻ തൻ്റെ അടുത്തൊരു സ്ത്രീയെ കണ്ടു. ശരിയാണാടെ? തെറ്റാണല്ലേ? ഭ്രാന്തനായ വ്യക്തിയെയാണ് കണ്ടത്, അപ്പോൾ അത് തെറ്റാണ്. പാഗൽ ആദ്മീനെ ചാബൂക് സെ യാത്രിയോं को മാര. ഭ്രാന്തനായ വ്യക്തി വന്ന് ചാട്ടവാറ് കൊണ്ട് യാത്രികരെ കൊന്നു. ശരിയാണോ? തെറ്റാണല്ലേ? അയാൾ ഉപദ്രവിച്ചില്ല. തെറ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വെട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾ തെറ്റാണെന്ന് വേണം അനുമാനിക്കാൻ. പാഗൽ ആദ്മീനെ പിട്ടു സെ കിതാബെ നികാൽക്കർ ഫേക് ദി. പാഗൽ ആദ്മി, ഭ്രാന്തനായ മനുഷ്യൻ, പിട്ടു, പെട്ടിയിൽ നിന്ന്, കിതാബെ നികാൽക്കർ, പുസ്തകമെടുത്തു വലിച്ചെറിഞ്ഞു. ശരിയാണോ? ഇല്ല, അദ്ദേഹം ഒരിക്കലും പുസ്തകം വലിച്ചെറിഞ്ഞില്ല. അത് തെറ്റ്. പാഗൽ ആദ്മി ലേഖകോ പയർ ദബാത്താ രഹ. പാഗൽ ആദ്മി എന്ത് ചെയ്തു? പാഗൽ ആദ്മി എന്ത് ചെയ്തു? നമ്മുടെ ലേഖകൻ്റെ കാല് നന്നായി തിരുമ്മി കൊടുത്തു. അത് ശരിയാണ്. ഇനി നെക്സ്റ്റ്, ലേഖക് ഹാത്ത് മേ 20 പൈസേ കാ സിക്ക രഖ്കർ പാഗൽ ആദ്മി ചലാ ഗയ. ലേഖകൻ്റെ കൈകളിൽ 20 പൈസയുടെ തുട്ട് വെച്ച് കൊടുത്തിട്ട് പാഗൽ ആദ്മി പോയി. അത് ശരിയാണ്. ഇനി ലാസ്റ്റ്, പാഗൽ ആദ്മി ചോട്ടു കോഫി സാത്ത് ലേ ഗയ. പാഗൽ ആദ്മി പോയപ്പോൾ ചോട്ടുവിനെയും കൂടി കൊണ്ടുപോയി. ശരിയാണോ? തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പാത്രോങ്കി വിശേഷതായെ പഹചാനെ. ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ വിശേഷത എഴുതുവാനാണ്. താഴത്തെ കോളം ഫില്ല് ചെയ്യണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെട്ടിക്കുളമാക്കാം. നോക്കാം. പാത്രോങ്കി വിശേഷതായം പഹചാനെ. इस यात्रा वृत्त के प्रसंग में कौन कौन अपने सामने आते हैं, उनकी विशेषताएं क्या क्या है, तालिका में लिखे. ഈ യാത്രാവൃത്ത അല്ലെങ്കിൽ ഈ സഞ്ചാര സാഹിത്യത്തിൽ ഉള്ള കഥാപാത്രങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തെ കഥാപാത്രങ്ങൾ ഏതൊക്കെയെന്നും അവരുടെ വിശേഷതകളും എഴുതാനാണ്. അതായത് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇവിടെ വരുന്നത്? ലേഖക്, ചോട്ടു, അഞ്ചാൻ വ്യക്തി, പടോസ് കെ യുവക്. ഇനി കഥയിലെ അവരുടെ റോൾ നോക്കാം. ഭൂമിക, ലേഖക കഥയിൽ മുഖ്യ കഥാപാത്രം അല്ലേ, മുഖ്യ പാത്ര. വിശേഷതയോ? ലേഖക് ഹോനെ കെ സാത്ത് സാത്ത് വഹ് ഏക് യാത്രി അവർ ശിക്ഷക് ഭി ഹെ. वह अपने अनुभवों के द्वारा दूसरों के जीवन के बारे में गहराई से सोचते हैं. നമ്മുടെ പ്രമുഖ കഥാപാത്രമായ എഴുത്തുകാരൻ ഒരു സഞ്ചാരിയും അധ്യാപകനും കൂടിയാണ്. ലേഖകൻ എന്നതിലുപരി അദ്ദേഹം ഒരു സഞ്ചാരിയും അധ്യാപകനുമാണ്. തൻ്റെ അനുഭവങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്നു. അടുത്ത കഥാപാത്രം ചോട്ടു ആണ്. ചോട്ടു നമ്മുടെ മുഖ്യ കഥാപാത്രത്തിൻ്റെ സഹായിയാണ്. വിശേഷതയോ? കഠിന പരിസ്ഥിതിയോ മേ ഭി ലേഖക് സാത്ത് ദേത്തി ഹെ. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലും ലേഖകനെ വിടാതെ പിന്തുടരുന്നുണ്ട്. സഹായത്തിന് കൂടെ നിൽക്കുന്ന ഒരാളാണ് ചോട്ടു. അഞ്ചാൻ വ്യക്തി, അദ്ദേഹം എന്താണ്? ഭ്രാന്തനാണല്ലേ, പാഗൽ. വിക്ഷിപ്ത അവസ്ഥ में भी കിതാബ് അവർ ഗുരു का ആദർ करते हैं. ഈ ഭ്രാന്തമായ അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ വിശേഷതയാണ് പറയുന്നത്. അദ്ദേഹം ഗുരുവിനെയും പുസ്തകങ്ങളെയും ബഹുമാനിക്കുന്നു.
പഡോസ് കെ യുവക്. കിസാൻ, അദ്ദേഹം ആരാണ്? ഒരു കർഷകനാണ്. മാത്രമല്ല നമ്മുടെ ഭ്രാന്തൻ്റെ മകനും കൂടിയാണ് ആ യുവക്. നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ വിശേഷത. മെഹനത്തി യുവ കർഷക് ജോ രാത് ഫർ കട്ടാ ഹുവ ഫസൽ സംഭാൽത്തെ ഹെ. കഠിനാധ്വാനിയായ ഒരു യുവ കർഷകനാണ് അദ്ദേഹം. വിളവെടുത്ത രാത് ഫർ കട്ടാ ഹുവ ഫസൽ കോ സമാത്തി ഹെ. വിളവിനെയെല്ലാം രാത്രി മുഴുവൻ ഇരുന്ന് സംരക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ കഥാപാത്രത്തിൻ്റെ വിശേഷതകളാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. यात्रा वृत्त में इन मुहावरों का प्रयोग कहाँ हुआ है? वहाँ प्रत्येक मुहावरे का क्या अर्थ मिलता है? നന്നായിട്ട് പാഠം വായിക്കുന്ന കുട്ടികൾക്ക് ഈ വാക്കുകൾ പാഠത്തിൽ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയാൻ കഴിയും. കൂട്ടുകാർ നന്നായി പാഠം വായിക്കുക. എന്നിട്ട് ഈ വാക്കുകൾ വരുന്ന സെൻറ്റൻസ് അടിവരെ ഇട്ട് വയ്ക്കുക. ഇതിൻ്റെ ഈ മുഹാവരയുടെ അർത്ഥം നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാക്ക് എന്താണ്? ഊൽ ജലൂൽ ബഖ്ന. ഊൽ ജലൂൽ ബഖ്ന എന്ന് പറഞ്ഞാൽ ബേക്കാർ കി ബാത്തെ ഗഹന. മണ്ടത്തരങ്ങൾ പറയുന്നതിനാണ് ഊൽ ജലൂൽ ബഖ്ന എന്ന് പറയുന്നത്. അടുത്തത് ബേസർ പയർക്ക സവാൽ കർന. ബേതുക് സവാൽ പൂച്ച്ന എന്നാണ് അർത്ഥം. അർത്ഥശൂന്യമായ ചോദ്യങ്ങൾ ചോദിക്കുക. അടുത്തത് ധൗസ് സഹന, ധമകി സഹന, ഭീഷണി നേരിടുക അല്ലെങ്കിൽ ഭീഷണി സഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഗുദ്ധി സുലചന, ജഡിൽ സമസ്യാക്ക ഹൽ നികാൽന. ഒരു സങ്കീർണമായ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. എഴുതി വെച്ച് കാണാതെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിശേഷൺ ശബ്ദോങ്കോ പഹചാനെ. നമുക്കിവിടെ വിശേഷണ ശബ്ദങ്ങൾ കണ്ടെത്താം. ഇത് നമ്മൾ 5ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് അല്ലേ, വിശേഷണ ശബ്ദം കണ്ടെത്താം. ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമല്ല. നോക്കാം. യാത്രാ वृत्त में विशेषण शब्द युक्त वाक्यों का बहुत प्रयोग हुआ है. ऐसे वाक्य चुनकर लिखे और विशेषण शब्दों को രേഖാഗിത കരെ. നമ്മുടെ പാഠഭാഗത്ത് വിശേഷണ ശബ്ദം വരുന്ന ഒത്തിരി വാക്കുകളുണ്ട്, കണ്ടെത്തുക. ഈ ഒന്നാമത്തെ സെൻറ്റൻസ് ഒന്ന് വായിക്കാം. മുച്ചെ ജോ സമ്മാൻ മിലാഹെ വഹ് അപൂർവ ദ. മുച്ചെ ജോ, എനിക്ക് ലഭിച്ച ആദരവ് വളരെ അപൂർവമായിരുന്നു. അപ്പോൾ ഈ അപൂർവം എന്ന് പറയുന്നത് ആദരവിനെ വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ? അങ്ങനെ വരും. ജോ സമ്മാൻ മിലാഹെ വഹ് അപൂർവത. അപ്പോൾ സമ്മാനെ വിശേഷിക്കുന്നത് അപൂർവ. അപ്പം നമ്മുടെ ആദ്യം വിശേഷണം എടുത്തിടുക അപൂർവ സമ്മാൻ. അപൂർവിനെ ആദ്യം ഇടുക. സമ്മാൻ എന്ന് പറഞ്ഞാൽ ആദരവ്. അപൂർവ സമ്മാൻ എന്ന് വരും. അതുപോലെ തന്നെ ബാക്കിയുള്ള വാക്കുകൾ കൂട്ടുകാർ കണ്ടെത്തുക. റെയിൻ ബസേര, രാത്രി ചിലവഴിക്കാനുള്ള ഇടം അല്ലെങ്കിൽ നൈറ്റ് ഷെൽട്ടർ. നമ്മുടെ ഷെൽട്ടർ ബസേര എന്നതിനെ വിശേഷിപ്പിക്കുന്നതാണ് റെയിൻ എന്നുള്ള വാക്ക്. അതുപോലെ തന്നെ വികരാൽ രൂപ്, ഊൽ ജലൂൽ ബക്ന. ബക്ന എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നതാണ് ഊൽ ജലൂൽ. അപൂർവ സമ്മാൻ, അഥവാ സമ്മാൻ എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നതാണ് അപൂർവ എന്നുള്ളത്. കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ബാത്ചീത്തിലേക്ക് ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. മൻ പസന്ത് യാത്ര വൃത്ത് സെ ചുനെ ഉസ് പ്രസംഗ് പർ പട്കഥാ കാ ഏക് ദൃശ്യ ലിഖേ അവർ അഭിനയിക്കരെ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രംഗമെടുത്തിട്ട് നിങ്ങൾക്കത് പടുക്കഥയാക്കി നോക്കുവാനും ക്ലാസ്സിൽ അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യാനുള്ളൊരു ചോദ്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്വയം ചെയ്ത് നോക്കുക. അടുത്ത നമുക്ക് കോൺവെർസേഷൻ ഒന്ന് നോക്കാം. ചോട്ടു, ഹേ ഭഗവാൻ ബച്ച് ഗയ. ഇത് ഈ കോൺവെർസേഷൻ്റെ സന്ദർഭം ഒന്ന് നോക്കാം.
നോക്കാം. अपरिचित व्यक्ति के जाते ही छोटू ने दरवाज़ा बंद करके उस पर ताला लगा दिया. അപരിചിതനായ വ്യക്തി പോയപ്പോൾ നമ്മുടെ ചോട്ടു കതകടച്ചിട്ട് അതിൽ താലാലകന കുറ്റിയിടുക. ഇസ് പ്രസംഗ് പർ ചോട്ടു അവർ ലേഖകെ ബീച്ച് കി ബാത് ചെയ്ത് ലിഖേ. അപരിചിതനായ വ്യക്തി റൂമിൽ നിന്ന് പോയപ്പോൾ ചോട്ടു പോയി കതകടച്ച് കുറ്റിയിട്ടിട്ട് ഇവർ തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ, ലേഖകനും ചോട്ടു മാത്രമുള്ള ഒരു കോൺവെർസേഷൻ. ചോട്ടു പറയുകയാണ്, ഹേ ഭഗവാൻ ബച്ച് ഗയ, ദൈവമേ രക്ഷപ്പെട്ടു. ലേഖക് എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്? നമ്മുടെ ഭ്രാന്തൻ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയപ്പോൾ ചോട്ടു പറയുമോ ദൈവമേ രക്ഷപ്പെട്ടു, അയാൾ പോയല്ലോ എന്നുള്ള അർത്ഥത്തിൽ. ലേഖക് ലഗ്താ ഹേ വഹ് പാഗൽ ഹേ, അവൻ ഭ്രാന്തനാണെന്ന് തോന്നുന്നു. ചോട്ടു സഹി കക, അതെ ശരിയാണ് പറഞ്ഞത്. ഉസ്നെ തോ സാരാ സാമാൻ ബിഖേർ ദിയ, അയാൾ എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു. മേ തോ ബിൽക്കുൽ ഡർ ഗയ, ഞാനാണെങ്കിൽ ശരിക്കും പേടിച്ചു, ആകെ പേടിച്ചു. ലേഖക് ലേക്കിൻ ഉസ്നെ കിതാബെ നഹി ഫേങ്ക, ലേഖകൻ എന്താ പറഞ്ഞ, പക്ഷേ അയാൾ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞില്ല. ചോട്ടു ഹാ വഹുത്തോ ആശ്ചര്യക്ക് ബാത് ഹേ, ചോട്ടു എന്താ പറഞ്ഞത്, ഇത് വളരെ അതിശയകരമായ കാര്യമാണ്, എല്ലാ വസ്തുക്കളും വലിച്ചെറിഞ്ഞു, പുസ്തകം വലിച്ചെറിഞ്ഞില്ല. ലേഖക് മുझे लगता है उस विक्षिप्त अवस्था में भी ഉസ്കെ മന്മേം കിതാബോങ്കെ പ്രതി ആദർ ഹേ, എനിക്ക് തോന്നുന്നത് ഈ ഭ്രാന്തമായ അവസ്ഥയിലും അവന് പുസ്തകങ്ങളോട് ആദരവുണ്ടെന്നാണ്, അല്ലെങ്കിൽ ബഹുമാനമുണ്ടെന്നാണ്. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഇത് പഠിച്ചു വയ്ക്കുക. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഇത് ക്വസ്റ്റ്യനിൽ ഇത് മെയിൻ പോയിൻ്റാണ്, നമുക്ക് എഴുതാൻ കഴിയും. ചോട്ടു ഉസ്നെ ആപ്കെ ഹാത്ത് മേ ക്യാ രഖ് ദിയാ ഥാ, ചോട്ടു ചോദിക്കുന്നു വീണ്ടും, അയാൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് വെച്ചു തന്നത്? ലേഖക് 20 പൈസയ്ക്ക ഏക സിക്ക, 20 പൈസയുടെ ഒരു നാണയം അല്ലെങ്കിൽ ഒരു തൊട്ടാണ് വെച്ച് തന്നത്. ചോട്ടു എന്താ പറഞ്ഞ, ബഹുത്ത് അജീബ് ആദ്മി ഹേ, വളരെ വിചിത്രനായ ഒരു മനുഷ്യനാണല്ലോ. എന്നാൽ ചെറിയ ഒരു കോൺവെർസേഷനാണ്, വളരെ ചെറിയ സെൻറ്റൻസ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് തീർച്ചയായും എഴുതി പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.